KTU 2019 സ്കീം S3 മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 തിയറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഡിയോ ക്ലാസ്സിൽ ക്രിസ്റ്റൽസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാം. ആറ്റംസ് എങ്ങനെയാണ് ഒരു സോളിഡ്സിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത്, ഇതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ ക്രിസ്റ്റലോഗ്രഫി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് രണ്ട് തരത്തിലുള്ള സോളിഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ക്രിസ്റ്റലൈനും അതുപോലെ അമോർഫസും. അപ്പോൾ ഇതിൽ ക്രിസ്റ്റലൈനെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ഫുള്ള് പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എപ്പോൾ എവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും, ഏത് പോയിന്റിൽ മെൽറ്റ് ആവും, നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഷേപ്പിൽ കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു അമോർഫസ് സോളിഡിനെ സംബന്ധിച്ച് ഇത് കട്ട് ചെയ്ത് ഇറഗുലർ ഷേപ്പായിരിക്കും, എപ്പോൾ ബോയിലോ എപ്പോൾ മെൽറ്റ് ആവും, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സാണ് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസിന് എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബേസിക്കായുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ബ്രാവിസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു 7 തരത്തിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ലെങ്ത് എ, ബ്രെഡ്ത്ത് ബി ആൻഡ് ഹൈറ്റ് സി, അതുപോലെ എയും ബിയും ഇടയ്ക്കുള്ള ആംഗിൾ ആൽഫ, ബിയുടെയും സിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ ബീറ്റ, അതുപോലെ എയുടെയും സിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ ഗാമ. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും സി ഈക്വലാണ്, ആൽഫയും ബീറ്റയും ഗാമയും 90 ആണ്. അതൊരു പെർഫെക്റ്റ് ക്യൂബാണെങ്കിൽ അതിനാണ് നമ്മൾ ക്യൂബിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ടെട്രാഗണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ഹൈറ്റ് കൂടുതൽ കുറവാവാം, പക്ഷേ ആംഗിളൊക്കെ സ്റ്റിൽ 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓർത്തോറോംബിക്കിൽ വരുമ്പോൾ എയും ബിയും സിയും ഈക്വൽ അല്ല, പക്ഷേ സ്റ്റിൽ ആംഗിളെല്ലാം 90 ഡിഗ്രി തന്നെയാണ്. ഇനി നമ്മളൊരു ഹെക്സഗണൽ ബേസ് വച്ചിട്ട് മുകളിലേക്ക് ബിൽഡ് ചെയ്യണതിന് നമ്മൾ ഹെക്സഗണൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഒരു ഹൈറ്റ് സി എന്നുള്ള ഹൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എനേക്കായും ബിനേക്കായും വെച്ച് നോക്കുമ്പോൾ. ഇതുപോലെ റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ എന്ന് പറയുമ്പോൾ ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആംഗിൾ ഗാമ എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കില്ല, പക്ഷേ സ്റ്റിൽ എയും ബിയും സി ഈക്വൽ. അത് ക്യൂബ് പോലെ തന്നെ, പക്ഷേ ഒരു ആംഗിൾ 90 ആയിരിക്കില്ല എന്നുള്ളൂ. മോണോക്ലിനിക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ലെങ്ത് ഒന്നും ഈക്വൽ അല്ല എന്ന് മാത്രമല്ല, 2 ആംഗിൾ മാത്രമേ 90 ഉള്ളൂ, ബീറ്റ 90 അല്ല. ട്രൈക്ലിനിക്കിൽ ഒറ്റ ആംഗിളും ഈക്വൽ അല്ല, ഒറ്റ ലെങ്ത്തും ഈക്വൽ അല്ല. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓരോന്നും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് എന്നൊക്കെ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ഇതിലുള്ള ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡെറൈവ് ഒക്കെ ചെയ്തതാണ്. അടുത്തായിട്ട് മെക്കാനിസം ഓഫ് ക്രിസ്റ്റലൈസേഷനാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു പ്യുവർ മെറ്റലിനെ എങ്ങനെ അത് സോൾഡിഫൈ ചെയ്ത്, മോൾട്ടൺ മെറ്റൽ എങ്ങനെ സോൾഡിഫൈ ചെയ്ത് ഒരു പ്യുവർ മെറ്റൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആറ്റംസിൻ്റെ മൂവ്മെൻറ്റ് കുറയും, അത് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആവുകയും ചെയ്യും. അത് പിന്നെ ബ്രേക്കപ്പ് ആവും, പിന്നെ റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലെവലിൽ താഴെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ആറ്റംസിൻ്റെ റീജിയൻസ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ എംബ്രയോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ എംബ്രയോസ് ഫോം ചെയ്യും. അവിടെ നമുക്ക് ലിക്വിഡും അതുപോലെ തന്നെ എംബ്രയോയും കൂടി കോഎക്സിസ്റ്റ് ചെയ്യണ കാണാം. ഈ പോയിൻ്റാണ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് വിളിക്കണത്. ഇവിടെ നമ്മൾ പിന്നെയും അണ്ടർകൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സോളിഡ് റീജിയൻ കിട്ടും. ഇനി ഒരു പെർട്ടിക്കുലർ ടൈമിൽ കുറേ ആറ്റംസ് ഒന്നിച്ച് ഒരു പോയിന്റിൽ സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ എന്ന് വിളിക്കുന്നത്, ഒരു സ്മോൾ സോളിഡ് റീജിയൻ. ഇത് തന്നെ ഒരു ഈ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റിയുടെ പ്രസൻസിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയസ് കൂടിയുള്ള അടുത്തുള്ള ആറ്റംസിനെ അട്രാക്ട് ചെയ്തൊരു ക്രിസ്റ്റൽ പോലെ ഫോം ചെയ്യാൻ തുടങ്ങും ഡിഫറെൻറ്റ് ആക്സിസിൽ കൂടെ. ഇതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കും. ഇതിനാണ് ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഒരു സ്കെലട്ടൺ ഫോം ചെയ്യും. ഈ ഡെൻഡ്രൈറ്റിക് ആമുകൾ പിന്നെ തിക്കായിട്ട് വളരാൻ തുടങ്ങും. ഇതിങ്ങനെ വളർന്ന് ആ സോളിഡ് ഫുള്ളായിട്ട് ഫില്ലായിട്ട് തിക്കായിട്ടുള്ളൊരു സോളിഡ് ക്രിസ്റ്റൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ ക്രിസ്റ്റൽസ് ഇറഗുലർ ഷേപ്പിൽ വളർന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ ഗ്രെയിൻസുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ് ഗ്രെയിൻ ബൗണ്ടറി.
അപ്പോൾ നമുക്കിതൊരു ഈ പ്രോസസ്സ് ഒരു സിംഗിളായിട്ടുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രിസ്റ്റലായിട്ട് ഫുള്ള് സോളിഡിഫൈ ചെയ്യണതിനെ നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് വിളിക്കണേ. പോളി ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ പല പല പോയിന്റിൽ നിന്ന് ഉണ്ടാകുന്ന ക്രിസ്റ്റലുകളെല്ലാം ഗ്രെയിൻസ് ആയിട്ട് ഫോം ചെയ്ത് ഗ്രെയിൻ ബൗണ്ടറി ഫോം ചെയ്ത് ഉണ്ടാകുന്നതാണ് പോളി ക്രിസ്റ്റൽ. അപ്പോൾ അതിനൊരു ഫിഗർ നമ്മൾ താഴെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സിൽ കൂടെയാണ് ഒരു മോൾട്ടൺ മെറ്റൽ സോൾഡായിട്ട് കൺവേർട്ട് ആവുന്നത്. അടുത്തായിട്ട് നമുക്ക് ഗ്രെയിൻ സൈസ് എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ കൂൾ ചെയ്യുന്ന റേറ്റ് നമ്മുടെ ക്രിസ്റ്റൽസിൻ്റെ സൈസിനെ അഫക്റ്റ് ചെയ്യും. സ്ലോ ആയിട്ടാണ് ടെമ്പറേച്ചർ കുറയണമെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ സൈസ് ഭയങ്കര കൂടുതലും, പെട്ടെന്ന് ആണെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ സൈസ് കുറച്ച് ചെറുതുമായിരിക്കും. അപ്പോൾ ഈ ഗ്രെയിൻ സൈസ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ന്യൂക്ലിയേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗ്രെയിൻ സൈസ് നമുക്ക് തെർമൽ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ടോട്ടൽ മെറ്റീരിയലിൻ്റെ തെർമോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്ത തെർമോ കെമിക്കൽ പ്രോസസ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മൈക്രോ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഗ്രെയിൻ സൈസ് വെച്ചിട്ട് നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 3 മാർക്സിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രൈമറി സെക്കൻഡറി ബോണ്ടുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പ്രൈമറി ബോണ്ട് സ്ട്രോങ് ആയിരിക്കും, ഇത് ഇലക്ട്രോൺ ഷെയറിങ് കാരണമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ എന്നൊക്കെ പറയും. ഇതിൽ ഹൈ എനർജിയാണ്, അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സെക്കൻഡറി ബോണ്ട് എന്ന് പറയുമ്പോൾ വീക്കാണ്, ടെമ്പററി ഡൈപോൾ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡൈപോളൊക്കെ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. വാണ്ടർ വാൾസ്, ഹൈഡ്രജൻ ബോണ്ടൊക്കെയാണ് എക്സാമ്പിളാണ്. ലോ എനർജി ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊരു 3 മാർക്സിന് വയ്ക്കാറുണ്ട്. ഇത്രയും സാധനങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക.